പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മളുടെ വിഷയം മധ്യസ്ഥ പ്രാർത്ഥന, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ. പുതിയ നിയമത്തിലെ മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷ രണ്ട് പരമോന്നതരായ വ്യക്തികളെ ചുറ്റിപ്പറ്റിയാണ്: യേശുവും പരിശുദ്ധാത്മാവും. ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്, നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നത് പിതാവായ ദൈവത്തിനാണ്, യേശു ക്രിസ്തു വഴിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ, പ്രത്യേകിച്ച് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെപ്പറ്റി പറയാതിരിക്കാൻ സാധിക്കുക. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വചനം പറയുന്നു, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് പല സാഹചര്യങ്ങളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നിസ്സാര കാര്യങ്ങൾ. ഞാനൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, എൻ്റെ മകള് ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുകയാണ്. അവൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാൻ സാധിക്കുന്നില്ല, കുറേ ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പം ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കാവോ? അപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന് വേറൊരാളും ഞങ്ങൾ രണ്ടുപേരും അവിടെ പ്രാർത്ഥിക്കാൻ പോയി. ഞങ്ങളവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം വെളിപ്പെടുത്തി തന്ന ഒരു കാര്യം ഇതാണ്: അതായത് അവൾക്ക് ആത്മഹത്യാ പ്രവണതയുണ്ട് എന്ന്. അപ്പോൾ മാതാപിതാക്കൾ പറയാത്ത ഒരു കാര്യമാണ്. അപ്പം ദൈവം അത് വെളിപ്പെടുത്തി തന്നു. വീണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, മാതാപിതാക്കൾ ഇല്ലാത്ത സമയത്ത് അവളെ ഒരു ആൺകുട്ടി ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുന്നു, അതുകൊണ്ട് അവൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാൻ സാധിക്കുന്നില്ല എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാവുന്നതിലും ഇങ്ങേറ്റം നമ്മൾ ഈ വ്യക്തിയുടെ മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാവുന്നതിലും ആഴമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആ സാഹചര്യം, അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് നമ്മളിന്ന് അതിനെപ്പറ്റി കാണുക. നമുക്കറിയാം, ഈശോ തന്നെ നമുക്കിത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, പരിശുദ്ധാത്മാവിന്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ലൂക്കാ 24:49. പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ എന്ന്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 1:8 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിക്ക് അതിർത്തി വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് ശക്തി പ്രാപിക്കും. അങ്ങനെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും സാമർഥ്യത്തിലും ആണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മുടെ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അഭിഷേകവും ശക്തിയും ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവെ വന്നാലും, പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ചൈതന്യത്താലും നിറച്ചാലും, പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥന വരം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. ഇങ്ങനെ നമ്മളുടെ മനസ്സിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ഉണ്ടാകും. ഈ കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത ഇതാണ്: നമ്മൾ നേരത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ച്
ഫിസിക്കലി ഒന്നിച്ചു വന്ന് കൂടുമ്പോഴായിരുന്നു നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഓൺലൈനിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ഫിസിക്കലി വന്ന് പ്രാർത്ഥിക്കുമ്പം ഉണ്ടാകുന്നതിൽ കൂടുതലായിട്ട് ആത്മാവിൻ്റെ അഭിഷേകവും വരദാനങ്ങളുടെ പ്രാപ്തിയും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ടെലിവിഷനിലൂടെ നിങ്ങളിതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പരിശുദ്ധാത്മാവെ വന്നു നിറഞ്ഞാലും കം ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്ന് നിറയും. നമ്മൾ എപ്പോഴും കരിസ്മാറ്റിക് സർക്കിൾസിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. അതിലാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണത നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റിന് വരുന്നത് ഗ്രീക്ക് പദമാണ് ബാപ്റ്റിസ്മോസ്. ബാപ്റ്റിസ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സെറിമോണിയൽ വാഷിംഗ്, ഇമ്മേർഷൻ, ഡ്രഞ്ചിങ് എന്നൊക്കെ പറയും. അതായത് ആചാരപരമായ കഴുകൽ, അല്ലെങ്കിൽ നിമർജ്ജനം, അല്ലെങ്കിൽ വെള്ളം നനയ്ക്കൽ എന്നൊക്കെ ഉള്ള അർത്ഥമാണ് ഇതിനുള്ളത്. അതായത് നമ്മൾ ഈ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവിൻ്റെ സ്നാനം സ്വീകരിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായും നിറയുകയാണ്. അപ്പം അതുകൊണ്ട് ഈ കൃപയ്ക്ക് വേണ്ടിയിട്ട്, ഈ പന്തക്കോസ്ത അനുഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ദാഹിച്ചുകൊണ്ട് ഈ വചനങ്ങൾ ശ്രവിക്കാം. അപ്പം നമ്മൾ ഒരു കാര്യം ഓർക്കുക, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു ഡോക്ടറിനല്ല, ഇതൊരു സിദ്ധാന്തമല്ല. പരിശുദ്ധാത്മാവ് ഒരനുഭവമാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ വ്യക്തമായി നമുക്ക് ആ അനുഭവം ഉണ്ടാകും. നമ്മൾ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയും. 2 തിമോത്തി 1:6 പറയുന്നു, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന മാമോദീസായുടെ സമയത്തും സ്ഥൈര്യലേപനത്തിൻ്റെ സമയത്തും നമുക്ക് കിട്ടിയിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ആ വരം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് വീണ്ടും ഉജ്ജ്വലിപ്പിക്കാം. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെപ്പറ്റി പറയുമ്പോൾ ഞാൻ വരദാനങ്ങളെപ്പറ്റി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കാം. വരങ്ങൾ, ദാനങ്ങൾ. നമ്മൾ പുതിയ നിയമത്തിൽ വരദാനങ്ങളെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് സൗജന്യമായി നൽകുന്ന സമ്മാനങ്ങളാണ്. ഈ കാരിസംസ് അല്ലെങ്കിൽ വരദാനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ പക്കലുള്ള കൃപകളുടെ, ആ കൃപകളുടെ സമുദ്രത്തിൽ നിന്നും നമുക്ക് ഒരു തുള്ളി അല്ലെങ്കിൽ ഒരു ഗ്രേസ്ലെറ്റ് നമുക്ക് പ്രാപ്തമാകുന്നതാണ് ഈ കാരിസം. അപ്പോൾ ഈ കാരിസം വഴി മനുഷ്യശക്തിക്ക് മറികടന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുവാനും അതിനു വേണ്ടിയിട്ടുള്ള വലിയ ശക്തി നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ആത്മീയമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കാരിസംസ് വഴി, വരദാനങ്ങൾ വഴി നമുക്ക് വലിയ ശക്തി ലഭിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് അവൻ ഇച്ഛിക്കുന്നത് പോലെ നമുക്ക് നൽകുന്ന സ്വാഭാവിക കൃപകൾ ആണ് കാരിസങ്ങൾ. അവ ദൈവത്തിൻ്റെ പരമാധികാര പ്രവൃത്തിയാൽ നമുക്ക് സൗജന്യമായി നൽകുന്നതാണ്. അവ നാം നേടിയെടുക്കുന്ന പ്രതിഫലമോ അല്ല. നമുക്ക് യോഗ്യതയുള്ളത് കൊണ്ട് നമുക്ക് തരപ്പെടുന്ന സമ്മാനമല്ല ഈ വരങ്ങളും ദാനങ്ങളും. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആത്മീയ ദാനങ്ങളെ സംഗ്രഹിച്ച് പറഞ്ഞാൽ, ആത്മീയ വരങ്ങൾ ഒരു ഉപകരണമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ക്രിസ്ത്യാനിക്ക് ദൈവിക വേല ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദൈവം തരുന്ന ഒരു ശക്തിയാണ്. എന്തിനാണ് ഈ വരദാനങ്ങൾ നമുക്ക് നൽകുക, കാരിസംസ് നമുക്ക് നൽകുക? വചനം സ്പഷ്ടമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊറിന്ത്യോസ് 12:7 പറയുന്നു, ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുത്തുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വരദാനങ്ങൾ നമുക്ക് തരുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പം ഇതിനകത്ത് എല്ലാ വരദാനങ്ങളും പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരു വരദാനം
ഭാഷാപരം മാത്രം നമ്മളെയും വളരാനായിട്ട് സഹായിക്കുന്നുണ്ട്. ബാക്കി വരങ്ങളെല്ലാം പൊതുനന്മയ്ക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയല്ല, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയല്ല. വീണ്ടും എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 4:12 പറയുന്നു, ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പടുത്തുയർത്തുന്നതിനും വേണ്ടിയാണ്. വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പടുത്തുയർത്തുന്നതിനും വേണ്ടിയാണ് ഈ വരദാനങ്ങൾ നമുക്ക് ലഭിക്കുക. അപ്പോൾ ഈ കാരിസംസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, അത് സഭയ്ക്ക് വേണ്ടി നൽകപ്പെടുന്നത്. അതുകൊണ്ട് കാരിസം സഭയുടേതാണ്. ഇറ്റ് ഈസ് ഓൺഡ് ബൈ ദ ചർച്ച്, ഇറ്റ് ബിലോങ്സ് ടു ദ ചർച്ച്. അതുകൊണ്ട് നമുക്ക് ഈ കാരിസംസിനെ സഭയിൽ നിന്നും വേർപ്പെടുത്തി ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് ചിലപ്പോഴൊക്കെ കാണാൻ സാധിക്കും, ചില വ്യക്തികളൊക്കെ കാരിസംസ് വരദാനങ്ങൾ ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നു, ഹീലിംഗ്, ഡെലിവറൻസ് ഇങ്ങനെയുള്ള മേഖലയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ അവർ ധരിക്കുന്നു എനിക്ക് സഭയുടെ ആവശ്യമില്ല. പക്ഷെ നാം ഒരു കാര്യം ഓർക്കണം, ഈ വരങ്ങളും ദാനങ്ങളും ലഭിച്ചിരിക്കുന്നത് സഭയ്ക്ക് വേണ്ടിയിട്ട്, സഭയെ പടുത്തുയർത്താൻ വേണ്ടി, പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് ദൈവം നൽകിയിരിക്കുന്നതാണ്. ഇത് എനിക്ക് വേണ്ടി ഒരു മെഡലല്ല, ഇത് സഭയ്ക്ക് വേണ്ടി ഒരു അലങ്കാരമാണ്. അതുകൊണ്ടാണ് സെയിന്റ് സിറിൽ ഓഫ് ജെറൂസലം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കാരിസങ്ങൾ വ്യക്തിഗത ക്രിസ്ത്യാനികളുടെ അലങ്കാരമല്ല, മറിച്ച് സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ പ്രത്യേക വ്യക്തിക്ക് നൽകപ്പെടുന്നതാണ്. ഹല്ലേലൂയ. ഇതിനെപ്പറ്റി നമ്മൾ നല്ല ബോധ്യമുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ വരദാനങ്ങളൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ സഭയെ ഉപേക്ഷിച്ച് പോകുന്ന ചില പ്രവണതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സെയിന്റ് സിറിൽ പറയുന്നത് ഇതാണ്, ദ ചർച്ച് പൊസസസ് കാരിസംസ് ഓഫ് എവറി കൈൻഡ്. എല്ലാ കാരിസങ്ങളും സഭയ്ക്കാണ്, സഭയുടേതാണ്. അപ്പം ആരുടെയും സ്വകാര്യ സ്വത്തായിട്ട് അതിനെ കൈവശപ്പെടുത്താൻ സാധിക്കുകയില്ല. പൗലോസ്ലീഹ 1 കൊരിന്ത്യോസ് 12 അധ്യായത്തില് 8 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ 9 വരങ്ങളെ പറ്റി പറയുന്നുണ്ട്. അവ വിവേകത്തിൻ്റെ വചനം, അല്ലെ അറിവിൻ്റെ വചനം, ജ്ഞാനത്തിൻ്റെ വചനം, വിശ്വാസം, രോഗശാന്തി, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ടുള്ള ശക്തി, പ്രവചിക്കാനായിട്ടുള്ള വരം, ആത്മാക്കളെ വിവേചിച്ചറിയുവാനായിട്ടുള്ള വരം, ഭാഷാവരം, ഭാഷാവരത്തെ വ്യാഖ്യാനിക്കാനായിട്ടുള്ള വരം. ഇങ്ങനെ 9 വരങ്ങളെപ്പറ്റി പൗലോസ്ലീഹ പറയുന്നുണ്ട്. പക്ഷേ എത്ര വരങ്ങളാണ് മൊത്തമുള്ളത്? പലരും പറയാറുണ്ട് ഈ 9 വരങ്ങളേ ഉള്ളൂ. ഇല്ല. പൗലോസ്ലീഹ മറ്റു പല സ്ഥലങ്ങളിലും മറ്റ് പല വരങ്ങളെപ്പറ്റിയും പറയുന്നുണ്ട്. റോമക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ 6 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. വ്യത്യസ്തമായ വരങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്, വരങ്ങൾ അനേകമാണ്. ഇതിലൊക്കെ പറയാത്ത പല വരങ്ങളുമുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനാ വരം ലീഡർഷിപ്പിൻ്റെ ഒരു വരമാണ്, വചന പ്രഘോഷണത്തിൻ്റെ ഒരു വരമാണ്, കൗൺസിലിങ്ങിൻ്റെ ഒരു വരമാണ്. അപ്പം ഇങ്ങനെ പല വരങ്ങളും ആ ലിസ്റ്റിൽ പെടാത്തതുകൊണ്ട്, അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്ന, വരങ്ങൾ അനേകമാണ്. പരിശുദ്ധാത്മാവ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി വ്യക്തികൾക്ക് ഈ വരങ്ങൾ നൽകുന്നുണ്ട്. വരങ്ങൾ ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിച്ചൊരുങ്ങേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഞാനിന്ന് സംസാരിക്കുന്നത് വരങ്ങളുടെ ഒരു ക്ലാസ് അല്ല, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഉപയുക്തമാകുന്ന വരങ്ങളെ പറ്റിയാണ് ഞാൻ പറയുക. അതായത് ചില വരദാനങ്ങൾ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നതിന് പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമുണ്ട്, അതിനെപ്പറ്റി മാത്രമാണ് ഞാൻ ഇന്ന് സംസാരിക്കുക. വരദാനങ്ങളെപ്പറ്റി ഉള്ള ഒരു ക്ലാസ് അല്ല. അപ്പം ഇതിനകത്ത് സമയപരിമിതി കൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു വരത്തെപ്പറ്റി എന്ന് പറയുന്നുള്ളൂ. അതായത് ഗിഫ്റ്റ് ഓഫ് ടങ്സ്, ഭാഷാവരത്തെപ്പറ്റി. ഏറ്റവും കൂടുതൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമ്മളെ സഹായിക്കുന്ന വരമാണ് ഈ ഭാഷാവരം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു എന്ന് വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വീണ്ടും വീണ്ടും കേട്ട ആ വചനമാണ്. അവാച്യമായ നെടുവീർപ്പുകൾ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അപ്പം അതുകൊണ്ട് ഈ അവാച്യമായ നെടുവീർപ്പ് എന്ന് പറയുന്നത് ശരിക്കും അന്യഭാഷയിലുള്ള
ഒരു പ്രാർത്ഥനയാണ്. ഈ ഒരു വരം സ്തുതിക്കാനായിട്ടുള്ള ഒരു വരമാണ്, അന്യഭാഷയിൽ സ്തുതിക്കുന്നതാണ്. നമ്മൾ ഈ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയാണ്. അതായത് നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ പഠിച്ച ഒരു ഭാഷയിലല്ല നമ്മൾ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് തരുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത്. സ്വർഗത്തിൽ മാലാഖമാരും വിശുദ്ധരും പ്രാർത്ഥിക്കുന്ന ഭാഷയാണ്. ഇതിനെപ്പറ്റി ഈശോ തന്നെ വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ, വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കുകയും പുതിയ ഭാഷകളിൽ സംസാരിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ചിലർക്കൊക്കെ ഈ ഭാഷാവരത്തോട് ചെറിയൊരു അലർജിയുണ്ട് അല്ലേ? ഈ ഭാഷാവരം ലല ലല അല്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതിനെപ്പറ്റി ഈശോ തന്നെ പറഞ്ഞിട്ടുള്ളൊരു ഭാഷയാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സഭ ജനിച്ചപ്പോൾ സഭയുടെ ആദ്യത്തെ ഉച്ചാരണം, ആദ്യത്തെ ശബ്ദം ഈ ഭാഷാപരമായിരുന്നു. അത് അപ്പോസ്തല പ്രവർത്തനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്ന കാര്യമാണ്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനം പറയുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആത്മാവ് കൊടുത്ത ഭാഷാപരമനുസരിച്ച് അവരെ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സാധാരണ നമുക്കറിയാം, ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ കുഞ്ഞുണ്ടായെന്ന് നമ്മൾ അറിയുന്നത് തന്നെ എപ്പോഴാണ്? കൊച്ചു കരയുന്നത് കേൾക്കുമ്പോഴാണ്. ഇപ്പം ലേബർ റൂമിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് കുഞ്ഞ് ജനിച്ചു എന്ന് മനസ്സിലാകുന്നത് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാണ്. അപ്പം ഈ പന്തക്കൂസ്തായുടെ ദിവസത്തിലാണ് സഭ ജനിക്കുന്നത്. സഭ ജനിച്ച് സഭയുടെ ആദ്യത്തെ ശബ്ദം എന്തായിരുന്നു? സഭയുടെ ആദ്യത്തെ ശബ്ദം അന്യഭാഷകളിലുള്ള, വിവിധ ഭാഷകളിലുള്ള സംസാരമായിരുന്നു. അപ്പം ന്യൂ ബോൺ ബേബിയുടെ ഒരു കരച്ചിൽ ഈ ഭാഷാപരത്തിലായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം ഭാഷാപരം പുതുമയല്ല. ഈ ഒരു വരം സഭയിൽ നിലനിന്ന് പോയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പല വിശുദ്ധരും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ വീണ്ടും ഇത് കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ വീണ്ടും ഇത് സഭയിലേക്ക് വളരെ പ്രസക്തമായിട്ട് തന്നെ തിരിച്ചു വന്നു. ഇപ്പം ഈ വരത്തെപ്പറ്റി മറ്റ് ചില സഭാ സമൂഹങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഭാഷാവരം. ഭാഷാവരം ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ലഭിച്ചില്ല എന്നാണ് അർത്ഥം എന്ന് ചിലർ പഠിപ്പിക്കാറുണ്ട്. കത്തോലിക്കാ സഭ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ചിലപ്പം ഭാഷാവരം നമുക്ക് താമസിച്ച് കിട്ടിയെന്ന് വരും, മറ്റു വരങ്ങൾ നമുക്ക് നേരത്തെ കിട്ടിയെന്ന് വരും. ഭാഷാവരം ലഭിച്ചില്ലെങ്കിലും നമുക്ക് ആത്മാവിൻ്റെ സ്നാനം ലഭിക്കാം. അപ്പം അതുകൊണ്ട് ഭാഷാവരം വളരെ ആവശ്യമായിട്ടുള്ളൊരു വരമാണ്. അതില്ലെങ്കിലും നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പ്രത്യേകിച്ച് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഭാഷാവരം വളരെ പ്രധാനപ്പെട്ട ഒരു വരമാണെന്ന് ഞാൻ പറയും. അപ്പം ഇത് മറ്റൊരു പഠിച്ച ഫോറിൻ ഭാഷയിൽ സംസാരിക്കുന്നതല്ല. അപ്പം ഇതിനൊരു ട്രാൻസ്ലേഷൻ ഇല്ല. പക്ഷേ ഈ ഇടയ്ക്ക് ഞങ്ങൾ ഒരു ഇൻ്റർനാഷണൽ ഒരു ഗ്രൂപ്പുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ പല ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ഒരു 15 പേരേ ഉള്ളൂ. പക്ഷേ പല ഭൂഖണ്ഡങ്ങളിൽ നിന്ന്, ചിലരുടെ ആഫ്രിക്കയിൽ നിന്നുണ്ട്, ചിലരുടെ യൂറോപ്പിൽ നിന്നുണ്ട്, അമേരിക്കയിൽ നിന്നുണ്ട്, ലാറ്റിൻ അമേരിക്കയിൽ നിന്നുണ്ട്, ഏഷ്യയിൽ നിന്നുണ്ട്. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ UAE നിന്ന് പ്രാർത്ഥിച്ച ഭാഷാവരത്തിൽ ഒരാൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കാനഡയിൽ നിന്നും സ്പാനിഷ് സംസാരിക്കുന്ന ഒരു സ്ത്രീ പറയുകയാണ്, ആ ഭാഷാവരം ഇതാണ് പറയുന്നത്, ഇതാണ് ഇപ്പോഴാണ് സമയം എന്നാണ് ആ ഭാഷാവരത്തിൽ പ്രാർത്ഥനയിൽ പറയുന്നതെന്ന്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മുടെ പ്രാർത്ഥന മറ്റു ചിലരുടെ വ്യാഖ്യാനിക്കാൻ സാധിക്കാറുണ്ട്. പക്ഷെ അതെപ്പോഴും വ്യാഖ്യാനിക്കാനായിട്ടുള്ളൊരു
പ്രാർത്ഥനയല്ലാതെ. ചില സമയങ്ങളിൽ നടക്കും, പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന സ്വർഗത്തിൽ മാത്രം മനസ്സിലാകുള്ളൂ. അത് സ്വർഗത്തിൻ്റെ ഭാഷയാണ്, ദൈവത്തിന് മനസ്സിലാകും. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ചാനലുമായിട്ട് നമ്മൾ ഒന്നിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പ്രക്ഷേപണം ചെയ്യുന്ന ആ ഭാഷ, ആ ഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഭാഷാവരം. 1 കൊറിന്ത്യസ് 14:14 പറയുന്നു, ഞാൻ ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്നാൽ എൻ്റെ മനസ്സ് ഫലരഹിതമായിരിക്കും. എൻ്റെ ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ ആത്മാവ് സംസാരിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എൻ്റെ ബുദ്ധി പറയുന്നതനുസരിച്ചാണ് എൻ്റെ നാവ് സംസാരിക്കുക. ആ ബുദ്ധിയെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കും. പക്ഷേ ഞാൻ ഭാഷാവരത്തിൽ സംസാരിക്കുമ്പോൾ ബുദ്ധിയുമായിട്ട് ബന്ധം ഇല്ല നാവിന്, ആത്മാവുമായിട്ടാണ് ബന്ധപ്പെടുക. ആത്മാവിൻ്റെ ഭാഷയാണ് എൻ്റെ നാവ് സംസാരിക്കുക. അപ്പോൾ എൻ്റെ ബുദ്ധിക്ക് അറിഞ്ഞുകൂടാ ഇതെന്താണ് ആത്മാവ് പറയുന്നതെന്ന്. അതാണ് പൗലോസ്ലീഹ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഈ ഭാഷാവരം, അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ പല സാഹചര്യങ്ങളിലും എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഒക്കെ നമുക്ക് അറിഞ്ഞുകൂടാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന വളരെ ഫലപ്രദമായി മാറാറുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. കുറേ വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ഒരു ടെലിഫോൺ വരുമായിരുന്നു. ഒരു സ്ത്രീ എന്നെ ഫോൺ വിളിച്ച് പറയുമായിരുന്നു, എൻ്റെ ഭർത്താവ് ആശുപത്രിയിൽ അഡ്മിറ്റാണ്, എൻ്റെ ഭർത്താവിന് വളരെ വിരളമായിട്ടുള്ള ഒരു രോഗമാണ്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ എല്ലാ മസിലും പാരലൈസ്ഡ് ആയിപ്പോയി, അദ്ദേഹത്തിന് അനങ്ങാൻ പോലും സാധിക്കുകയില്ല, ഒരു മൃതശരീരം പോലെ എൻ്റെ ഭർത്താവ് ആശുപത്രിയിൽ കിടക്കുന്നത്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഫോൺ വിളിക്കുമ്പോൾ അവർ ബൈബിളൊക്കെ കോട്ട് ചെയ്ത് എന്നോട് പറയാറുണ്ട്, ജീസസ് നെവർ റിഫ്യൂസ്ഡ് ഹീലിംഗ്, ഈശോ ഒരിക്കലും ഹീലിംഗ് തിരസ്കരിച്ചിട്ടില്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും ഹീലിംഗ് ലഭിക്കും എന്നൊക്കെ പറഞ്ഞതിനോട് പറയാറുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവർ 1-2 പ്രാവശ്യം എന്നോട് ചോദിച്ചു, ആശുപത്രിയിൽ വന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം, കാരണം ഇവരാരാണ് ഫോൺ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാനൊരു പ്രാവശ്യം കത്തീഡ്രൽ പള്ളിയിൽ കത്തീഡ്രൽ പള്ളി ഇടവകക്കാരനായിരുന്നു ഞാൻ. കത്തീഡ്രൽ പള്ളിയിൽ ചെന്നപ്പോൾ വികാരിയച്ഛൻ എന്നെ വിളിച്ചു. വികാരിയച്ഛൻ പറഞ്ഞു, പഴയ ആർമി ചീഫ് ആശുപത്രിയിൽ അഡ്മിറ്റാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ 2-3 ആർമിക്കാരെ ഇവിടെ വിട്ടിരുന്നു, ആരെങ്കിലും പോയി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവർ സിറിലിൻ്റെ പേരെടുത്തു. സിറിലിനെ അവരുടെ ഭാര്യ വിളിക്കുന്നുണ്ട്, സിറിലിനൊന്ന് പോയി പ്രാർത്ഥിക്കാവോ എന്ന് അച്ഛൻ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ഫോൺ വിളിക്കുന്നത് പ്രശസ്തനായിരുന്ന ഒരു ആർമി ചീഫിൻ്റെ ഭാര്യയാണ് എന്ന്. അപ്പം അച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാൻ പോയി പ്രാർത്ഥിക്കാം. അപ്പം ഞാനും ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വേറൊരു വ്യക്തിയും കൂടെ പോയി പ്രാർത്ഥിക്കുവാനായിട്ട്, ഒരു സഹോദരിയും കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ വികാരിയച്ഛൻ ഫോൺ വിളിച്ച് അവരോട് പറഞ്ഞു, ഇങ്ങനെ സിറിൽ ജോൺ പ്രാർത്ഥിക്കാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഈ ആർമി ചീഫിൻ്റെ ഭാര്യയുടെ ഫോൺ എനിക്ക് വന്നു. അവസാനം സിറിൽ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് അല്ലേ എന്ന് പറഞ്ഞു എന്നോട്. അപ്പം വീണ്ടും എനിക്ക് നീണ്ട ഇൻസ്ട്രക്ഷൻസ് തന്നു. വരുമ്പോഴെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ ഭർത്താവിൻ്റെ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പല പല കാര്യങ്ങളും ബൈബിളൊക്കെ കോട്ട് ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഈ പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാനും ഈ സഹോദരിയും കൂടെ തീരുമാനിച്ചു, ഞങ്ങൾ കത്തീഡ്രൽ പള്ളിയിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കാം ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട്, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേ ദൈവം ഞങ്ങളെ കാണിച്ചു തന്നത് ഒരു ശവപ്പെട്ടിയാണ്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ബോധ്യമായി ദൈവം ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയുടെ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. ഞങ്ങൾ രണ്ടുപേരും ആശുപത്രിയിലെത്തി. ഞങ്ങളെ അവിടുന്ന് സ്വീകരിച്ച് ഈ ജനറൽ കിടക്കുന്ന മുറിയിൽ കൊണ്ടുചെന്നു. അവരുടെ ഭാര്യ വന്ന് ഞങ്ങളെ സ്വീകരിച്ചു. ഞങ്ങൾ അകത്തേക്ക് കൊണ്ടുപോയി. അകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് അവർ വീണ്ടും ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വന്നിരിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. നമുക്കറിയാം ആർമി ചീഫിൻ്റെ ഭാര്യ സാധാരണ സംസാരിക്കുമ്പോൾ ഏത് ശൈലിയിലാണ് സംസാരിക്കുക എന്ന്. അപ്പം ഞങ്ങൾ അകത്ത് ചെന്നു. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണ്. എൻ്റെ തൊട്ടടുത്ത് ഈ ആർമി ചീഫിൻ്റെ ഭാര്യ വന്ന് നിന്നു. അപ്പം ഞങ്ങളൊരു ധർമ്മസങ്കടത്തിലായി.
കാരണം ഇവർ പറയുന്നു ഈ ആർമി ചീഫിൻ്റെ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. കർത്താവ് ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് വേണ്ടി, നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ച് കുറേ കഴിഞ്ഞപ്പോഴേ ഈ സ്ത്രീ ഞങ്ങൾ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും മനസ്സിലാകുന്നില്ല. കുറേ സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്ന സഹോദരി എൻ്റെ കാതുകളിൽ ഇങ്ങനെ മന്ത്രിച്ചു, ഈ വ്യക്തിയോട് ഒത്തിരി പേർക്ക് ക്ഷമിക്കാനുണ്ട്, ഈ വ്യക്തിക്ക് നല്ല മരണം കിട്ടണമെങ്കിൽ അവരുടെയൊക്കെ ക്ഷമ സ്വീകരിക്കണം, അപ്പം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഞങ്ങൾ വീണ്ടും ഭാഷാവരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ഈ സഹോദരി പറഞ്ഞത് എന്താണെന്നുള്ളത് ജനറലിൻ്റെ ഭാര്യയെ ശ്രവിച്ചില്ല, കേട്ടില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതനുസരിച്ച് വീണ്ടും ഭാഷാവരത്തിലാണ് പ്രാർത്ഥിക്കുക. ഭാഷാവരത്തിൽ കുറേ സമയം ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കണ്ണുകളൊക്കെ ഇങ്ങനെ തുറന്ന് കിടന്ന ആ വ്യക്തിയുടെ കണ്ണുകൾ പയ്യെ അടയുന്നത് ഞങ്ങൾ കണ്ടു. കാരണം കണ്ണുകൾ അടയണമെങ്കിലും മസിൽ വർക്ക് ചെയ്യണമല്ലോ, അദ്ദേഹത്തിൻ്റെ മസിൽ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, പുറത്തിറങ്ങി. ഈ സ്ത്രീ വന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളോട് കർത്താവ് എന്താണ് പറയുന്നത്? അപ്പം ഞാൻ ഉത്തരം മുട്ടി. ഞാനിങ്ങനെ ഉത്തരം നൽകി, ദൈവഹിതം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് കർത്താവ് പറയുന്നത്. അവർ വലിയ സന്തുഷ്ടയല്ലായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം ഒരു ഫോൺ വന്നു. ഞാൻ ആർമിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ആർമി ചീഫിൻ്റെ ഭാര്യ നിങ്ങളോട് അറിയിക്കാൻ പറഞ്ഞു, അവരുടെ ഭർത്താവ് കഴിഞ്ഞ രാത്രിയിൽ മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. 9 മാസമായിട്ട് ആശുപത്രിയിൽ ആ അവസ്ഥയിൽ കടന്നിരുന്ന വ്യക്തിയാണ്. ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. അപ്പം ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, 9 മാസമായിട്ട് എനിക്ക് ഫോൺ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണല്ലോ. ഞങ്ങൾ ആ വീട്ടിൽ പോയി അവർക്കൊരു അന്ത്യ ഉപചാരം അർപ്പിച്ചിട്ട് വരാം എന്ന് കരുതി ഞങ്ങൾ വീട്ടിൽ പോയി. അവരുടെ ദഹിപ്പിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് ഞങ്ങൾ എത്തിയത്. അപ്പം ഞങ്ങളെ ആർമിക്കാർ ആ മുറിയിലേക്ക് കൊണ്ടുപോയി. അപ്പം ആ വലിയൊരു മുറിയിൽ ഇങ്ങനെ ടെലിവിഷൻകാരൊക്കെ ഈ പ്രോഗ്രാം കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടെലിവിഷൻകാരോട് ഈ സ്ത്രീ കർക്കശമായി സംസാരിക്കുന്നത്, കോപിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം എനിക്ക് തോന്നി ഈ സ്ത്രീ വളരെ വളരെ കോപത്തിലാണ്. അപ്പം ഞാൻ ചിന്തിച്ചു, ഞാൻ അകത്ത് പോകണോ വേണ്ടയോ? ആ സമയത്താണ് ആ ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നത്. കാരണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് വരെ ആശുപത്രിയിൽ ആ വ്യക്തി ഒന്നെങ്കിൽ സുരക്ഷിതമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി മരിച്ചുപോയി. ഇനി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞങ്ങളെ ആക്ഷേപിക്കുമോ എന്നൊരു സംശയം മനസ്സിലേക്ക് വന്നു. പക്ഷെ അന്നേരത്തേക്കും ഈ സ്ത്രീ ഞങ്ങളെ കണ്ടിരുന്നു. അവരോടി എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പം ഞാൻ ചെറുതായിട്ട് ഭയന്നു. അവരെൻ്റെ അടുത്ത് വന്നപ്പോൾ ഒരു കുഞ്ഞാടിനെ പോലെ ശാന്തയായിട്ട് നിന്നുകൊണ്ട് പറഞ്ഞു, ഇപ്പം എനിക്ക് മനസ്സിലായി ദൈവഹിതം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സഹോദരൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന്. അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. എനിക്കിത് മനസ്സിലായി. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ ആർമി ചീഫിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ദൈവം സൗഖ്യം കൊടുത്തു. അവരാഗ്രഹിച്ച രീതിയിലല്ല, പക്ഷേ ദൈവം ആഗ്രഹിച്ച രീതിയിൽ സൗഖ്യം കൊടുത്തു. അതാണ് നമ്മൾ ഈ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം. ഒരിക്കൽ ഞാൻ വേറൊരു ടെലിവിഷൻ ചാനലിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ സംഭവം പറയുകയുണ്ടായി. അപ്പം ഞാനൊരു പരമ്പര, മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റിയുള്ള ഒരു പരമ്പര ടീച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനുശേഷം എനിക്ക് ഒത്തിരിയധികം ഫോൺ കോൾ വരാൻ തുടങ്ങി. ഫോൺ കോൾ വന്ന് ഫോൺ ചെയ്തവർക്ക് ഇങ്ങനെയാണ് പറഞ്ഞത്. ഒന്നെങ്കിൽ അവർ പറയും, എൻ്റെ ഭർത്താവ് രോഗബാധിതനായിട്ട് കിടപ്പിലാണ്, എൻ്റെ അപ്പൻ കിടപ്പിലാണ്, എൻ്റെ അമ്മായിയപ്പൻ കിടപ്പിലാണ്, നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ പറഞ്ഞത് ആൾക്കാരൊക്കെ തെറ്റിദ്ധരിച്ചു. കാരണം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി മരിച്ചു പോകും, അതിനെന്തോ എനിക്കൊരു പ്രത്യേക വരമുണ്ടെന്നാണ് അവർ ധരിച്ചത്. അങ്ങനെയല്ല. നമ്മൾ ദൈവഹിതം ആരാഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആത്മാവ് തരുന്ന ഭാഷ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഭാഷാവരം നമുക്കെല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഭാഷാവരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ വളരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഭാഷാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക.
മറ്റ് നമ്മളെ സഹായിക്കുന്ന അറിവിൻ്റെ ശബ്ദം വ്യാഖ്യാനിക്കാനുള്ള വരം, പ്രവചന വരം ഒക്കെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊക്കെ നമ്മളെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ സഹായിക്കുന്ന വരങ്ങളാണ്. ഭാഷാവരത്തിൽ നിങ്ങളെല്ലാവരും സ്തുതിക്കുവാനായിട്ട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.